ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു വ്യത്യസ്ത ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എന്നുള്ള ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ KSRTC ബസ്സിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള പ്രിയദർശിനി ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു ലേഡീസ് ആണെങ്കിലും ഡെയിലി ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിൽ ഇന്ന് വന്നിരിക്കുന്ന പ്രിയദർശിനി. ലേഡീസിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരു ഉപകാരം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഈ ഒരു പ്രിയദർശിനിയുടെ കാര്യം പറയാനല്ല വന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാനാണ് വന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ സാർ പറഞ്ഞിരുന്നു, ഈ അടുത്ത ന്യൂസ് കാണുന്നവർക്ക് മനസ്സിലാക്കും, ഒരു ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു. 1 മന്ത്, അതായത് കഴിഞ്ഞ മാസം 18-നായിരുന്നു അധികാരത്തിലേക്ക് കയറിയിട്ടുണ്ടായത്. അപ്പോൾ ഒരു മാസം ആവുന്നതിനേക്കാൾ മുന്നേ ജൂൺ 15-ന് പ്രിയദർശിനി എന്ന് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആളുടെ ഒരു വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞു. യെസ്, അത് കറക്റ്റാണ്. ബട്ട് ആ ഒരു പുതിയത് പാലിച്ചു എന്നതിന് പകരം, അവിടെ പുതിയത് കൊണ്ടുവന്നു എന്നതിന് പകരം എനിക്ക് പറയാനുള്ളത് അതൊരു റീപ്ലേസ്മെൻ്റ് ആണ്. ഒരിക്കലും പുതിയത് കൊണ്ടുവന്നു, യെസ് പുതിയത് കൊണ്ടുവന്നത് തന്നെയാണ്. ബട്ട് അതൊരിക്കലും എന്താ പറയുക, പുതിയത് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയതായിരിക്കണം. ബട്ട് ഇതെന്ന് പറയുന്ന ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ മാറ്റി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ നമുക്കൊരു ലേഡീസിന് മന്ത്ലി 1000 വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതായത് 2000 അവർക്ക് കിട്ടിയിരുന്നു. ഒരു മാർച്ചിലായിരുന്നു. അപ്പം മാർച്ചും ഫെബ്രുവരിയിലും മാർച്ചിലും എല്ലാ ലേഡീസിനും 1000 റുപ്പീസ്, അതായത് അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ 1000 റുപ്പീസ് കിട്ടിയിരുന്നു. ബട്ട് ഇന്ന് അത് നിന്നു. അതായത് ഏപ്രിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതവിടെ എന്താ പറയുക, നിന്നുപോയി എന്നുള്ളതാണ്. അപ്പം ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും അല്ലാതെ പോകുന്നവർക്കൊക്കെ ഫ്രീ ആകുമ്പം ഒരു സുഖമാണ്. ബട്ട് ഇതേപോലെ ഡെയിലി ജോലിക്ക് പോകാത്തവർക്കെന്ന് പറയുമ്പം ആ ഒരു 1000 റുപ്പീസ് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ ജോലിക്ക് പോകാത്തവരും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു 1000 റുപ്പീസ് എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ തന്നെയാണ്. അവർ ഇതുകൊണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും ആ അമ്മമാരുടെ ആ 1000 റുപ്പീസ് നമ്മൾ എന്തെങ്കിലും പറയുമ്പം അച്ഛനോട് ചോദിക്കാതെയും എല്ലാം നമുക്ക് അമ്മമാരത് ചെയ്തു തരുമ്പം അവർക്കും ഒരു ഹാപ്പിനെസ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 1000 റുപ്പീസും നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ എന്താ പറയുക, ഈ ഒരു പ്രിയദർശിനി എന്ന് പറയുന്നൊരു കാര്യം പുതിയത് കൊണ്ടുവരുമ്പോൾ പഴയത് ഒഴിവാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ആ ഒരു പഴയത് നിലനിന്നുകൊണ്ട് പുതിയത് വരുമ്പോഴല്ലേ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുക? അപ്പോൾ പഴയത് അവിടെ നിന്നുകൊണ്ട് വേണം പുതിയത് വരുത്താൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം ഒന്ന് നിങ്ങളിവിടെ പങ്കുവയ്ക്കുക. 1000 റുപ്പീസ് പോക്കിയിട്ടാണോ ഒരു പുതിയൊരു പദ്ധതി കൊണ്ടുവരേണ്ടത്? ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.